ഭിന്നശേഷി ദിനത്തിലല്ല യാസിനെക്കുറിച്ച് പറയേണ്ടത്. അസാമാന്യ അപൂർവശേഷി ദിനത്തിലാണ് അവനെക്കുറിച്ച് സംസാരിക്കേണ്ടത്. പക്ഷേ അങ്ങനെ ഒരു ദിനമില്ലാത്തതുകൊണ്ട് എങ്കിൽ ഭിന്നശേഷി ദിനത്തിൽ തന്നെ പറയാമെന്ന് ഞാൻ വിചാരിച്ചു. കരുനാഗപ്പള്ളി MLA മഹേഷിൻ്റെ ഒരു ഫോൺ കോളായിരുന്നു തുടക്കം. പ്രയാർ സ്കൂളിലെ NSS വിഭാഗം അദ്ദേഹത്തോട് യാസിൻ എന്ന് പറയുന്ന വിദ്യാർത്ഥിക്ക് ഒരു ഇലക്ട്രിക് വീൽ ചെയർ വേണം എന്ന താല്പര്യം പ്രകടിപ്പിച്ചു. അത് സംഘടിപ്പിച്ചു, നൽകാനായി സ്കൂളിലേക്ക് പോവുകയും ചെയ്തു. അന്നവിടെ സംസാരിക്കുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വന്നത്, മറ്റു കുട്ടികളോട് പറഞ്ഞത്, വീൽ ചെയർ കാണുമ്പോൾ നിങ്ങൾ എന്ത് ഓർക്കണം എന്നുള്ളതാണ്. അത് ചിലർക്ക് ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ വളർച്ചയെക്കുറിച്ച് ഓർക്കാം, മറ്റു ചിലർക്ക് സഹായം നൽകുന്ന മനസ്സിനെക്കുറിച്ച് ഓർക്കാം, അല്ലെങ്കിൽ വേറെ ആർക്കെങ്കിലുമൊക്കെ അതിന് താല്പര്യമെടുത്ത NSS യൂണിറ്റിനെ കുറിച്ചോ, അല്ലെങ്കിൽ ഇത്തരം ചെറിയ കാര്യങ്ങളിൽ ഇടപെടുന്ന CR മഹേഷ് എന്ന MLAയെക്കുറിച്ചോ ഒക്കെ ഓർക്കാം. പക്ഷേ ഞാൻ അവരോട് ഓർക്കാൻ പറഞ്ഞത് അതൊന്നുമല്ല. ഈ വീൽ ചെയർ കാണുമ്പോൾ നിങ്ങൾ അമ്മയെ ഓർക്കണമെന്നാണ് പറഞ്ഞത്. ചലിക്കാനാവാത്ത ആ ഗർഭാവസ്ഥയിൽ നിങ്ങളെ ഗർഭത്തിൽ ചുമന്നുകൊണ്ട് നടന്ന ആ അമ്മയായിരുന്നു നിങ്ങളുടെ ആദ്യത്തെ വീൽ ചെയർ. പിന്നെ ഒരുപാട് കാലം ആ ഒക്കത്തിരുന്ന് സഞ്ചരിച്ച, അല്ലെങ്കിൽ അരയിലിരുന്ന ആ ശരീരമായിരുന്നു നിങ്ങൾക്ക് വീൽ ചെയർ. അതുകൊണ്ട് നിസ്സഹായതയുടെ കാര്യം ഓർക്കുമ്പോൾ, നിസ്സഹായപ്പെടുത്തുന്നവരുടെ കാര്യം ഓർക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടത് അമ്മയെയാണെന്നാണ് എനിക്കപ്പോൾ പറയാൻ തോന്നിയത്. അതെ, പ്രയാർ വടക്ക് SS മൻസിലിൽ ഷാനവാസും ശൈലജയും വിവാഹം കഴിക്കുമ്പോൾ അവരുടെ സ്വപ്നങ്ങളിൽ സ്വാഭാവികം സന്തോഷകരമായ ജീവിതത്തിൻ്റെ മക്കളെക്കുറിച്ചുള്ള ഓർമ്മകളുണ്ടായിരുന്നു. പക്ഷേ 3 വർഷത്തോളം കുട്ടികളില്ലാതിരുന്ന ശേഷം ആദ്യമായി ജനിക്കുന്നത് ഈ മകനാണ്. കൈകാലുകൾക്കൊക്കെ പരിമിതികളോടെ ഉടയതമ്പുരാൻ സൃഷ്ടിച്ച മകൻ. പക്ഷേ ആ മകനിൽ ആ പരിമിതികൾക്കപ്പുറത്ത് അസാമാന്യമായ കഴിവിൻ്റെയും സർഗശക്തിയുടെയും വ്യത്യസ്തമായ ഒരുപാട് അപൂർവമായ കഴിവുകളുടെയും ഒരു സമന്വയമാണെന്ന് അവരോർത്തില്ല. ഇന്നവൻ ഇത്തരം പരിമിത ശേഷികളുള്ള കുട്ടികൾക്ക്, അല്ലെങ്കിൽ ഭിന്നശേഷികളുള്ള കുട്ടികൾക്ക് രാഷ്ട്രപതി നൽകുന്ന ദിവ്യശ്രേഷ്ഠാംഗ് പുരസ്കാരം ഡൽഹിയിൽ നിന്ന് ഏറ്റുവാങ്ങുമ്പോൾ ആ യാസീൻ്റെ സഞ്ചാരപഥത്തിൽ ഒരുപാട് കണ്ണീരും പ്രാർത്ഥനയും വേദനയും ചേർത്ത് പിടിക്കലും ഒക്കെയുണ്ട് ആ മാതാപിതാക്കൾക്ക്. രണ്ടര വയസ്സ് വരെ മോന് കിടക്കത്തേ ഉള്ളായിരുന്നു. 2.5 വയസ്സിന് ശേഷമാണ് ഒന്ന് എഴുന്നേറ്റിരിക്കാനോ എടുക്കാനോ ഒക്കെ പറ്റുന്നത്. പിന്നെ മോൻ എഴുന്നേറ്റിരുന്നാൽ തന്നെയും വീഴുമായിരുന്നു. അപ്പം നമ്മൾ സൈഡിൽ 2ഇടത്തും പില്ലോ വെച്ച് പുറകുവശത്തും ഒരു പില്ലോടെ സപ്പോർട്ടും ഉണ്ടായിരുന്നു കുഞ്ഞിരിക്കുന്നത്. പിന്നെ അവൻ്റെ ഓരോ വളർച്ചയും നമുക്ക് ഭയങ്കര എന്തോന്നായിരുന്നു. കാരണം സാധാരണ കുഞ്ഞുങ്ങളെ കൂട്ട് കമന്ന് വീഴാനോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മോന് പറ്റത്തില്ലായിരുന്നു. അപ്പോൾ അവൻ്റെ ഓരോ വളർച്ചയും ഞങ്ങൾക്കത് സന്തോഷമായിരുന്നു. അവൻ്റെ മൂവ്മെൻറ്റ്സും, അവൻ ഒരു 3 വയസ്സ് 3.5 വയസ്സായപ്പോഴത്തേനെ താഴെ ഇരുത്തി നിരങ്ങി നീങ്ങാനും ഒക്കെ തുടങ്ങിയത്. അതിനുശേഷം അവന് പാട്ട് കേൾക്കുമ്പോൾ അവനൊന്ന് ഡാൻസ് കളിക്കുമായിരുന്നു ആ സമയത്തൊക്കെ. അപ്പോൾ എന്നാലും നമുക്കറിയത്തില്ലായിരുന്നു കുഞ്ഞിന് ഇങ്ങനൊരു കഴിവുള്ളത് കൊണ്ടായിരിക്കും അങ്ങനെ കളിക്കുന്നതെന്ന്. അപ്പോൾ അവൻ്റെ കളി കാണുമ്പോഴത്തേക്കും നമുക്ക് സന്തോഷമാണ്. അത് കഴിഞ്ഞൊരു വട്ടം ഇതുപോലെ നമ്മുടെ അടുത്തൊരു വീട്ടിൽ ഓണപ്പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ ഓണപ്പരിപാടിക്ക് ആദ്യമായിട്ട് മോൻ പാട്ട് പാടുന്നത്. അപ്പോൾ അങ്ങനൊരു കഴിവുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞ്.
അതിനുശേഷം പിന്നെ ലോക്ക്ഡൗൺ സമയത്താണ് മോൻ ഇങ്ങനൊരു കഴിവ്, കീബോർഡ് വായിക്കുന്നൊരു കഴിവുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കുന്നത്. അപ്പം വാപ്പി ഇവർക്ക് കളിപ്പാട്ടങ്ങൾ വാങ്ങിച്ചു കൊടുത്ത കൂട്ടത്തിലൊരു കളിപ്പാട്ട കീബോർഡ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ കീബോർഡിനകത്ത് ഇവർ രണ്ടുപേരോട് ഇങ്ങനെ ചുമ്മാ ഓരോന്ന് കുത്തും. അപ്പം പാട്ട് കേട്ട് ഇങ്ങനെ ഒരു പാട്ടിങ്ങനെ വായിക്കുന്ന കേട്ടപ്പോഴത്തേന് വാപ്പിക്കൊരു ഡൗട്ട് തോന്നി. അങ്ങനെ വാപ്പി യൂട്യൂബിനകത്ത് നിന്നൊരു വന്ദേ മാതരവും ആദ്യം നമ്മുടെ ദേശീയ ഗാനത്തിൻ്റെ ഒരു വീഡിയോ എടുത്തു കൊടുത്തിട്ട് പറഞ്ഞാൽ മോനൊന്ന് പഠിച്ച് നോക്കാൻ ശ്രമിക്കാൻ പറഞ്ഞു. അങ്ങനെ ഒരു 3 മണിക്കൂർ കൊണ്ട് മോനത് വായിച്ച് അന്ന് ഓൺലൈനായിട്ടായിരുന്നു സ്കൂളിൽ പരിപാടി. അപ്പം അത് വായിച്ച് കേൾപ്പിച്ചപ്പോഴത്തേന് ടീച്ചേഴ്സിന് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. അങ്ങനെയാണ് അത് കീബോർഡിൻ്റെ സ്റ്റാർട്ടിങ് തുടങ്ങുന്നത്. പിന്നെ നമ്മൾ ആ കീബോർഡിൻ്റെ ആ ചെറിയ കളിപ്പാട്ട കീബോർഡിനകത്തായിരുന്നു പിന്നെ കുറച്ച് നാൾ കൊണ്ട് നടന്നത്. പിന്നെ അതിന് ശേഷം ഇപ്പോൾ മോൻ പഠിക്കുന്ന സ്കൂളിലെ +2ൻ്റെ ടീച്ചർ, RVSMലെ +2ൻ്റെ ടീച്ചറാണ് മോൻ ആദ്യമായിട്ടൊരു കീബോർഡ് ഗിഫ്റ്റായിട്ട് കൊടുക്കുന്നത്. ആ കീബോർഡിനകത്തായിരുന്നു പിന്നെ മോൻ പ്രോഗ്രാംസ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇപ്പം നമുക്ക് പ്രൊഫഷണലായിട്ടൊരു കീബോർഡ് കിട്ടി. അത് മോൻ ഇക്കയുടെ ഓഫീസിലെ സാറ് എല്ലാവരോടും ചേർന്ന് മോൻ്റെ പ്രൊഫഷണലായിട്ടുള്ള കീബോർഡ് കൊടുത്ത്. അപ്പോൾ അതിനകത്താണ് മോൻ പ്രൊഫഷണലായിട്ട് ഇപ്പോൾ അത് വായിക്കുന്നത്. ഇപ്പോൾ ഇയാൾ സ്റ്റേജ് ഷോ ചെയ്യും, 1.5 മണിക്കൂർ സ്റ്റേജ് ഷോ ചെയ്യും. പിന്നെ ഒത്തിരി വേദികളിൽ ഇപ്പം പരിപാടികൾ അവതരിപ്പിച്ചിട്ടുണ്ട് മോന്. പിന്നെ വലിയ വലിയ ആളുകളെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ട്. അതെല്ലാം മോൻ കാരണമാണ്. അപ്പം എവിടെ ചെന്നാലും യാസീൻ്റെ ഉമ്മ അല്ലയോ എന്ന് ചോദിക്കുമ്പോൾ നമുക്കൊരു അഭിമാനമാണ്. പിന്നെ അഭിമാനത്തിൽ നമുക്ക് സന്തോഷത്തിലൊരു കരച്ചിലില്ല. അപ്പം മോൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ എനിക്ക് വിഷമം വരും. ഞങ്ങളിപ്പോൾ വളരെ ഹാപ്പിയാണ്. കാരണം നമ്മൾ പണ്ട് മോൻ ജനിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും നമ്മൾ ഒത്തിരി നമ്മൾ കരഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെല്ലാം ഉപരി ഇപ്പം നമുക്ക് സന്തോഷം മാത്രമേ ഉള്ളൂ. പരിമിതികളിൽ തളരാനോ പിന്നോട്ട് പോകാനോ അല്ല അവർ പഠിപ്പിച്ചതും അവൻ പഠിച്ചതും. കൂടുതൽ കരുത്തോടെ സ്വപ്നങ്ങൾക്ക് നിറം നൽകി മുന്നോട്ട് സഞ്ചരിക്കാനാണ്. അങ്ങനെയാണ് മറ്റൊരു തടസ്സവും കൂടാതെ സ്കൂൾ വിദ്യാഭ്യാസം ആരംഭിക്കുന്നതും അതിൻ്റെ ഭാഗമായി സഞ്ചരിക്കുന്നതും എല്ലാമെല്ലാം. കോവിഡ് കാലത്താണ് കീബോർഡ് വാങ്ങി നൽകിയ പിതാവ് അവൻ്റെ അപൂർവമായ സർഗശക്തിയുടെ ഭാവനകൾ വിരിയുന്നത് വളരെ ശ്രദ്ധാപൂർവം നോക്കി നിന്നത്. അവൻ്റെ വർത്തമാനങ്ങളിൽ ചില മനോഹരമായ കാഴ്ചകളും കാഴ്ചപ്പാടുകളുമുണ്ട്. നമസ്കാരം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് ഒരു അത്ഭുതം തന്നെയാണ്. അത്ഭുതമെന്ന് ഞാൻ പറഞ്ഞതല്ല കേട്ടോ, നമ്മുടെ പ്രിയപ്പെട്ട മമ്മൂക്ക പറഞ്ഞതാണ്. യാസീൻ മോനാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. ഒരുപാട് അവാർഡുകളൊക്കെ കിട്ടി. ഇപ്പോഴത്തെ കേന്ദ്ര സർക്കാരിൻ്റെ ശ്രേഷ്ഠ ദിവ്യാംഗ് പുരസ്കാരവും നേടിയിട്ടുണ്ട്. നമ്മുടെ സംസ്ഥാന സർക്കാരിൻ്റെയും നിരവധി പുരസ്കാരങ്ങൾ നേടിയിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ വിശേഷങ്ങളൊക്കെ യാസീൻ മോൻ തന്നെ പറയുന്നതായിരിക്കും. എന്തൊക്കെയാണ് പുതിയ വിശേഷങ്ങൾ? കേന്ദ്ര സർക്കാരിൻ്റെ ശ്രേഷ്ഠ ദിവ്യാംഗ് ജൻ ബാലപ്രതിഭ പുരസ്കാരം, പിന്നെ കാങ്കളം ഉപജില്ലാ കലോത്സവത്തിൽ നാടകത്തിൽ ബെസ്റ്റ് ആക്ടർ അവാർഡ്, പിന്നെ ഇപ്പം സംസ്ഥാന സർക്കാരിൻ്റെ സർഗാത്മ പ്രതിഭ പുരസ്കാരം. ഞാനിപ്പം 3 അവാർഡുകൾ അടുപ്പിച്ച് കിട്ടി. അങ്ങനെ തിരക്കാണ്, അവാർഡുകളുടെ ഒരു ബഹളം തന്നെയാണല്ലേ? അങ്ങനെ പറയാം. ഇപ്പോൾ കീബോർഡ് വായിക്കും, മറ്റെന്തൊക്കെ ആക്ടിവിറ്റീസ്? കീബോർഡ് വായിക്കും, ആക്ട് ചെയ്യും. പിന്നെ പണ്ട് പാട്ട് പാടുമായിരുന്നു, ഇപ്പം പാടത്തില്ല. അയ്യോ, അതെന്ത് പറ്റി? പാട്ടൊക്കെ വിട്ടു. എങ്കിലും പിന്നെ ഡ്രോയിങ്, ക്രിക്കറ്റ് കളിക്കും, ഫുട്ബോൾ കളിക്കും, അങ്ങനെയൊക്കെ ഉണ്ട്. ഇപ്പോൾ സ്കൂളിലാണോ ഈ നാടകത്തിനൊക്കെ അവാർഡൊക്കെ കിട്ടിയത്? അതെ. ഏത് ലെവൽ വരെ പോയി? കലോത്സവത്തിൽ? ഏത് ഉപജില്ല വരെ പോയി? ഉപജില്ലയിൽ മികച്ച നടനായി അല്ലേ? ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഒരു അവാർഡ് കിട്ടി. എന്താണ്, എങ്ങനെയാണ്, എക്സൈറ്റഡ് ആണോ? അതെ. ഡിസംബർ 1-ാം തീയതി അവിടെ പോകണം. ഡിസംബർ 1-ാം തീയതി. എങ്ങനെയാണ് വീട്ടിൽ നിന്നൊക്കെ ഉള്ളൊരു സപ്പോർട്ട്? എങ്ങനെയാണ്? വീട്ടിൽ നിന്ന് ഫുൾ സപ്പോർട്ടാണ്. ഇപ്പോൾ എത്ര വർഷം കൊണ്ട് കീബോർഡ് പഠിക്കുന്നുണ്ട്? കീബോർഡ് പഠിച്ചില്ല, ഞാൻ യൂട്യൂബിൽ നിന്നൊക്കെ പഠിച്ചത്. അങ്ങനെയാണ്, അല്ലാതെ എങ്ങും പോയി പഠിച്ചിട്ടില്ല? അപ്പോൾ കുറച്ചും കൂടി ഡെവലപ്പ് ചെയ്യണമെന്നൊക്കെ ആഗ്രഹമില്ലേ? ഉണ്ട്. 2 മാസം ശിവശക്തി എന്ന് പറയുന്നൊരു സ്ഥാപനത്തിൽ പോയി ജസ്റ്റ് ഒന്ന് പഠിച്ചത്. അപ്പം ഞാൻ പാട്ട് കേട്ട് തന്നെ പഠിക്കുന്നു. പാട്ട് കേട്ട് തന്നെ യൂട്യൂബിൽ നോക്കി തന്നെ പഠിക്കുകയാണ്. ഓക്കെ. കീബോർഡ് അല്ലാതെ മറ്റെന്തെങ്കിലും ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടോ, അല്ലെങ്കിൽ പഠിക്കണമെന്ന് ആഗ്രഹമൊക്കെ ഉണ്ടോ? ഉണ്ട്, പക്ഷേ ഒന്നും പറ്റത്തില്ല. ഒന്നും പറ്റുന്നില്ല. ഡ്രോയിങ് വരയ്ക്കും. അതിനെന്തെങ്കിലും പുരസ്കാരമോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ സമ്മാനമൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഇല്ല. കലോത്സവത്തിൽ ഇങ്ങനെ വരയ്ക്കുന്നു. കലോത്സവത്തിൽ വരയ്ക്കുന്നതേ ഉള്ളൂ.
എനിക്ക് തോന്നുന്നു നമ്മുടെ സംസ്ഥാന സർക്കാരിന്റെ പുരസ്കാരം 2 തവണ കിട്ടിയിട്ടുണ്ടല്ലേ? കഴിഞ്ഞ തവണയും കിട്ടിയിട്ടുണ്ട്, ഇത്തവണയും കിട്ടിയിട്ടുണ്ട്. 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. 3 പ്രാവശ്യം കിട്ടിയിട്ടുണ്ട്. ഫോക്ലോർ അക്കാദമിയുടെ സമം 2025 അവാർഡ്, പിന്നെ കേരള സർക്കാരിന്റെ ഉജ്ജ്വലപാല പുരസ്കാരം, ഇപ്പം കേരള സർക്കാരിന്റെ സർഗാത്മക പുരസ്കാരവും കിട്ടിയിട്ടുണ്ട്. മമ്മൂക്ക ഇങ്ങനെ ഒരു അത്ഭുതം എന്ന് വിശേഷിപ്പിച്ചപ്പോൾ എന്താ യാസിൻ മോന് തോന്നിയത്? അന്ന് കൈലത്തിയുടെ ഫിനിക്സ് അവാർഡ് ആയിരുന്നു. അപ്പം മമ്മൂക്ക ഞാൻ കീബോർഡ് വായിച്ച് കേൾപ്പിച്ചു. അപ്പം മമ്മൂക്കയ്ക്ക് ഭയങ്കര ഇഷ്ടമായി. പിന്നെ അവാർഡ് തരാൻ നേരത്തെ എനിക്ക് ഉമ്മ തന്ന്, ഞാൻ തിരിച്ച് ഉമ്മ കൊടുത്ത്, അങ്ങനെയൊക്കെ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. ശരിക്കും നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാതെയാണല്ലേ അങ്ങനെ ഒരു അനുഭവം ഉണ്ടാവുക എന്ന് പറയുന്നത്. യാസിൻ, ഇനി എന്താണ് ഒരു ഫ്യൂച്ചർ പ്ലാൻ? ഇനി എന്തെങ്കിലുമൊക്കെ പഠിക്കണം, ആരാകണം, എന്താണ് ഒരു ഫ്യൂച്ചർ പ്ലാനൊക്കെ? പഠിച്ച് ആസ്ട്രോണമിക്കൽ സയന്റിസ്റ്റ് ആവാനാണ്. പിന്നെ ഈ അവാർഡുകളൊക്കെ വെക്കാനൊരു സ്ഥലമില്ല, സുരക്ഷിതമായിട്ടുള്ളൊരു ഇടമില്ല. ഈ ചോരുന്ന വീടാത്, അപ്പം ഒരു വീട് വെക്കണമെന്നുള്ള ആഗ്രഹം. അങ്ങനെ കുറേ ആഗ്രഹങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ ആഗ്രഹങ്ങളൊക്കെ സാധിക്കട്ടെ. അതെ. അപ്പോൾ ഞങ്ങൾക്ക് വേണ്ടി ഒരു പാട്ട്. സന്തോഷകരമായ സ്നേഹത്തിൻ്റെ ഏറ്റവും മനോഹരമായ നിമിഷങ്ങളിലൂടെ കടന്നു പോകുമ്പോഴും അവൻ താമസിക്കുന്ന വീട്, അതിൻ്റെ ചുറ്റുപാട്, അവന് കിട്ടുന്ന അംഗീകാരങ്ങൾ അടുക്കി വെക്കാനുള്ളൊരു സൗകര്യം, അനുജനും കുടുംബത്തോടുമൊപ്പം താമസിക്കാനുള്ള സൗകര്യങ്ങളുടെ പരിമിതി, ഒപ്പം ഇതുപോലൊരു കുഞ്ഞിനെ ഇങ്ങനെ ഓരോ പടവുകളും ചവിട്ടി മുന്നോട്ട് പോകണമെങ്കിൽ ഒപ്പം നിൽക്കണമല്ലോ മാതാപിതാക്കൾ. ആ സഞ്ചാരപഥങ്ങളിലെ സാമ്പത്തിക പരിമിതികളൊക്കെ ഉണ്ടെങ്കിലും ആ സാമ്പത്തിക പരിമിതികളെ ഒരു അവസരമായി എന്തെങ്കിലും കാണുന്നതിന് പകരം ആ സ്വപ്നങ്ങൾ എല്ലാം നടത്തിത്തരുന്ന പടച്ചതമ്പുരാൻ ഇനിയും പൂർത്തിയാക്കുമെന്ന പ്രതീക്ഷയിലാണ് അവർ മുന്നോട്ട് സഞ്ചരിക്കുന്നത്. അവിടെയാണ് അവൻ പഠിക്കുന്ന സ്കൂളിലെ NSS യൂണിറ്റിലെ അധ്യാപികയോട് ഒരു ഇലക്ട്രിക് വീൽ ചെയറിനെക്കുറിച്ചും പരിമിതികളില്ലാതെ മുന്നോട്ട് സഞ്ചരിക്കാനുള്ള ഒരു ആഗ്രഹവും പ്രകടിപ്പിച്ചത്. അവർ അത് സംസാരിച്ചത് കരുനാഗപ്പള്ളി MLA MLA അതറിയിക്കുകയും ചെയ്തു. അങ്ങനെയാണ് അവന് സഞ്ചരിക്കാനൊരു സൗകര്യമൊരുക്കി കൊടുക്കാനുള്ള ഒരവസരം ഉടയതമ്പുരാൻ തന്നത്. അതും സന്തോഷത്തോടെ ഓർക്കുന്ന നിമിഷങ്ങളിലൊന്നാണ്. ഇനി അവനൊരാഗ്രഹമുണ്ട്. ഇതിൻ്റെ സന്തോഷവും ആ ആഗ്രഹവും അവൻ തന്നെ പറയട്ടെ. ഞാൻ വലുതായി തീരുമ്പം എനിക്കൊരു മ്യൂസിഷ്യനാകണമെന്നും പിന്നെ അതേപോലെ തന്നെ പഠിച്ച് ഒരു ആസ്ട്രോണമിക്കൽ സയൻറ്റിസ്റ്റ് ആകണമെന്ന് തന്നെയാണ്. അതുപോലെ തന്നെ എൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹത്തിലൊന്നാണ് നമ്മുടെ MA യൂസഫ് അലി സാറിനെ കാണണമെന്ന്. ഒരു തവണ കാണാൻ ജസ്റ്റ് മിസ്സായിപ്പോയി. ലുലു മാളിൽ പ്രോഗ്രാം അവതരിപ്പിച്ച് കഴിഞ്ഞ് എല്ലാം പാക്ക് ചെയ്ത് വെച്ചപ്പം യൂസഫ് അലി സാറ് മേളിൽ കൂടി പാസ് ചെയ്ത് പോയി. അപ്പം ആ ആഗ്രഹം അനിൽ മുഹമ്മദ് സാറ് വഴി സാധിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അതുപോലെ തന്നെ എൻ്റെ ഇഷ്ടംപോലെ പുരസ്കാരങ്ങൾ വയ്ക്കാൻ ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു സ്ഥലം വേണമെന്നാണ് ആഗ്രഹം. ഈ വീട് ചോർന്ന വീടാണ്. അപ്പം ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു വീട് കിട്ടണമെന്നാണ് എൻ്റെ ആഗ്രഹം. എനിക്കിപ്പം ഏറ്റവും വലിയ സന്തോഷമായത് ഈ വീൽ ചെയർ കിട്ടിയതാണ്. വീൽ ചെയർ കിട്ടിയപ്പം ഒരുപാട് സൗകര്യങ്ങളായി. പുറത്തൊക്കെ കറങ്ങാനും ഒക്കെ നല്ല സൗകര്യങ്ങളായി. പിന്നെ അനിയനുമായിട്ട് സൈക്കിളിലൊക്കെ ഇങ്ങനെ സൈക്കിളിൽ പോകുമ്പോൾ എനിക്ക് ആഗ്രഹം ഉണ്ടായിരുന്നു അനിയൻ്റെ കൂടെ ചുമ്മാ കറങ്ങണമെന്ന്. അപ്പോൾ അതൊക്കെ എനിക്ക് സാധിച്ചു. എനിക്ക് പുരസ്കാരം കിട്ടിയപ്പം സ്കൂളിൽ നിന്ന് NSSലെ ചേട്ടന്മാരും ചേച്ചിമാരും പിന്നെ മീര ടീച്ചറും കൂടി എൻ്റെ റേഡിയോയിൽ അനിൽ മുഹമ്മദ് സാറിൻ്റെ അടുത്ത് പറഞ്ഞു. അപ്പം അനിൽ മുഹമ്മദ് സാറാണ് എനിക്ക് ഈ വീൽ ചെയർ ഒപ്പിച്ച് തന്നത്.
അതെ, MA യൂസുഫ് അലി എന്ന ആ വലിയ മനുഷ്യനെ ഒന്ന് നേരിൽ കാണണമെന്നാണ് അവൻ്റെ ആഗ്രഹം. മമ്മൂട്ടിയെ കണ്ടു, സുരേഷ് ഗോപിയെ കണ്ടു, പല പ്രമുഖരെയും കണ്ടു, പിന്നെ രാഷ്ട്രപതിയെയും ഇപ്പോൾ കണ്ടു. ഇനി ഈ യൂസുഫ് അലിയൊക്കെ ഒന്ന് കാണണം എന്നാണ്. അറിയിക്കും ഞാൻ അദ്ദേഹത്തെയും. തീർച്ചയായും അദ്ദേഹം കാണാതിരിക്കില്ല. ഏതായാലും ഇത്തരം മക്കളെയൊക്കെ പരിമിതികളോടെ സൃഷ്ടിക്കുമ്പോൾ അത് ആർക്കാണ് നൽകുന്നതെന്നും ആർക്കാണ് നൽകേണ്ടതെന്നും ദൈവത്തിന് നല്ല നിശ്ചയമുണ്ട്. അതുകൂടി നോക്കിയായിരിക്കും അവർക്ക് നൽകുക. അതുകൊണ്ടാണല്ലോ ആരോഗ്യമുള്ള മക്കളെ ഉപേക്ഷിക്കുന്നത് പോലെ ഇത്തരം മക്കളെ എങ്ങും ആരും ഉപേക്ഷിച്ച് കാണാത്തത്. ആ മാതാപിതാക്കൾക്ക് അത്രമേൽ പ്രിയപ്പെട്ടവരാണവർ. ദൈവം ചില പൂക്കളിർത്ത് ആ പൂക്കളെ ഭൂമിയിലേക്കിടുമ്പോൾ അത് മനോഹരമായി പരിപാലിക്കുന്നത് ആരാണോ അവർക്കാണ് ആ പൂക്കൾ നൽകാറുള്ളത്. അത്തരം പൂക്കളാണ് ഇത്തരം കുഞ്ഞുങ്ങൾ, സന്തോഷത്തിൻ്റെ മനോഹരമായ പൂക്കൾ. പ്രാർത്ഥിക്കാം. വളർന്ന് വളർന്ന് ആകാശത്തോളം വളരട്ടെ അവൻ്റെ സ്വപ്നങ്ങളോളം അവൻ സഞ്ചരിക്കട്ടെ. ഒപ്പം നിൽക്കാം നമുക്കും പ്രാർത്ഥനയോടെ, സഹായങ്ങളോടെ, കരുതലോടെ.